ഹലോ ഗൈസ്, വാട്സ്ആപ്പ് പീപ്പിൾ, ഏവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് മറ്റൊരു ബിസിനസ് ആശയമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇത് ഞാൻ വിജയിച്ച ഒരു ബിസിനസ് ആശയമാണ്. വെറും ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ നിങ്ങൾക്ക് മുടക്കിയാൽ നിങ്ങൾക്കൊരു 50000 രൂപ വരെ നേടാം എന്നൊരു ബിസിനസ് ആശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ആശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. ഞാനിത് അമ്പല ഉത്സവത്തിൻ്റെ അന്ന് ഞാനിത് വിറ്റഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും വിറ്റിട്ടില്ല, വേറെ ദൂരെ സ്ഥലത്ത് പോയി നമ്മൾ വിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കത് ആ പ്രൊഡക്റ്റ് ഫുള്ള് പോയി. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ മസാലക്കൂട്ട്, നമ്മുടെ ഗരം മസാലയ്ക്കുള്ള കൂട്ട് നമ്മളൊരു കുപ്പിയിൽ, ഒരു ഡെപ്പിയിൽ, കുപ്പിയിലെ ഡെപ്പിയിൽ നിങ്ങളത് എത്രയാണോ നിങ്ങളതനുസരിച്ച് ഒരു ഡെപ്പി മേടിക്കും. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇതിനുള്ള ലാഭം നോക്കി നിങ്ങൾ ഡെപ്പി. എന്നിട്ട് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, കറുകാപ്പട്ട, അങ്ങനെയുള്ള മസാലയ്ക്ക് ആവശ്യമായ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒരു ഒരു കുപ്പിക്കകത്ത് നിങ്ങളതെല്ലാം കൂടെ നിറയ്ക്കുക. ഇതെല്ലാം കൂടെ നിറച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് എല്ലാം അതിൻ്റേതായ അളവിൽ, നിങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെയാണ് മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കുന്നത്, അതിൻ്റേതായ അളവിൽ പെരുംജീരകം, പിന്നെ നമ്മൾ ഗ്രാമ്പു, പിന്നെ നമ്മുടെ ശകല ഏലക്ക, പിന്നെ അങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളായ സാധനങ്ങളെല്ലാം കൂടെ കൂടി നിങ്ങളൊരു ഇതായിട്ട് ഒരു ഡെപ്പിക്കകത്ത് നിങ്ങളത് നിറയ്ക്കുക. എന്നിട്ട് ആ ഡെപ്പി നിങ്ങളൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 150 രൂപയ്ക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, അത് മേടിച്ചാൽ നിങ്ങൾക്ക് പൊടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു മസാലക്കൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുക. കടകളിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കും. കുടുംബശ്രീ അയൽക്കൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഇതെല്ലാം വാങ്ങുമ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ, കറുകപ്പട്ടയും അങ്ങനെയുള്ള കുരുമുളക്, ഇതെല്ലാം പിന്നെ പെരുംജീരകം, ഇതെല്ലാം നമ്മൾ വാങ്ങുന്നത് ഹോൾസെയിൽ കടകളിൽ നിന്ന് വേണം. അല്ല സാധാ കടകളിൽ നിന്നൊന്നും പോയി മേടിക്കരുത്. ഹോൾസെയിൽ കടകളിൽ കിട്ടുമ്പോൾ ആ റേറ്റ് നമുക്ക് കുറച്ച് റേറ്റിൽ കിട്ടും. ഈ കൂടുതൽ സാധനം എടുക്കണം. നിങ്ങളെല്ലാം ഒരു 2 കിലോയോ എല്ലാത്തിനും വെച്ച് എടുത്താൽ മതി. ഹോൾസെയിലായിട്ട് ആദ്യം ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യും. എന്നിട്ട് അതെല്ലാം കുറച്ചായിട്ട് ഒരു ഡെപ്പിക്കകത്തിട്ട്, അത് നമ്മൾ ഹോൾസെയിലായിട്ട് ഡെപ്പികൾ കിട്ടും. അത് നിങ്ങൾ വാങ്ങിയിട്ട് അതിനകത്തേക്ക് ഇട്ടുക, ഇത് അടയ്ക്കുക. നല്ലപോലെ ഇതൊക്കെ ആക്കി നിങ്ങൾ കടകളിലോ മാർക്കറ്റിലോ നിങ്ങൾ വീടുകളിലോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാകുമ്പോൾ ഇപ്പം നമ്മൾ പൊടിച്ചുള്ള ഇത് കൂടുതലും കിട്ടും. ഇങ്ങനെയുള്ള ഇതാകുമ്പോൾ നമ്മുടെ വീട്ടുകളിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. എളുപ്പമല്ലേ? എല്ലാ മസാലയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 100 രൂപ 150 രൂപയോ എടുത്തിട്ട് അത് ആ കുപ്പിയുടെ ഇതനുസരിച്ച് നമ്മൾ ഹോൾസെയിലായിട്ട് കുപ്പികൾ കിട്ടും. അതിനകത്ത് ഇത് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ നല്ല രീതിയിൽ പോകും. ഞാനിത് നേരത്തെ ചെയ്താണ് ഉത്സവപ്പറമ്പിൽ. എനിക്കിങ്ങനെ അത് നല്ല രീതിയിൽ എനിക്ക് പോയി. ആ ഒരു ഇതിൻ്റെ എക്സ്പീരിയൻസ് പ്രകാരമാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഞാൻ അതിന് ഒരു 8000 രൂപ ഫുള്ള് മുടക്കിയതാണ്. പക്ഷേ എനിക്കത് കിട്ടിയതൊരു 25000 രൂപയോളം എനിക്കതിന് ഏൺ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ പോകും. ആരും ചെയ്യാത്തൊരു ബിസിനസ്സാണ്. നമ്മളെല്ലാം കടകളിൽ നിന്നെല്ലാം മാർക്കറ്റിൽ നിന്ന് ഈ ഗരം മസാലപ്പൊടിയെല്ലാം വാങ്ങുന്നു. അതിലെല്ലാം ഒരുപാട് രാസപദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിനൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ഇതുപോലുള്ള ഇത് മേടിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് വിശ്വസിച്ച് മേടിക്കുകയും ചെയ്യും. അവർക്കൊന്നും വേണ്ട, മിക്സിക്കകത്തിട്ട് പൊടിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് മിക്സി ഉണ്ടല്ലോ, മിക്സിക്കകത്തിട്ട് പൊടിച്ച് നിങ്ങൾക്ക് തന്നെ ഇതാക്കി എടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആളുകൾ എടുക്കും. 100 രൂപ 150 രൂപ ഒരുപാട് നമ്മൾ ഇതാക്കി എടുക്കും. 100 രൂപയാകുമ്പോൾ ആളുകൾ കൂടുതലെടുക്കും. അല്ലെങ്കിൽ ഒരങ്ങാറ്റം ഒരു 120 150 അങ്ങനെയുള്ള ഒരു ഇത് വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഈ ബിസിനസ് ഞാൻ വിജയിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ബിസിനസ് ഐഡിയ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ മറ്റൊരു ബിസിനസ് ഐഡിയയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അതിന് മുന്നേ നിങ്ങളൊരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.